ഹലോ എവറി വൺ, വെൽക്കം ഓൾ ഓഫ് യു. ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കാണ്. യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ തന്നെയും ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇപ്പോൾ UGC നെറ്റ്, അതുപോലെ തന്നെ സെറ്റ് എക്സാം, അതുപോലെ തന്നെ കേരള PSCയുടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ എക്സാമുകൾക്കും അധിക എക്സാമുകൾക്കും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പറയുന്നത് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് അഥവാ മീനിങ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിലെ കോമ്പോണൻസ് നമുക്ക് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഏതൊക്കെ തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് നോക്കാം. വാട്ട് യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ? Working capital is the capital required for day-to-day functioning of a business. ബിസിനസിന്റെ ഡേ ടു ഡേ ഫംഗ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ബിസിനസിന് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ഒരുപാട് ക്യാപിറ്റൽ വേണം, ഒരുപാട് ഫങ്ഷൻസ് ബിസിനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാം? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. It is needed for holding some convertible assets, that is current asset, such as stock, book debts, bills receivable and cash. ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഈ കൺവേർട്ടബിൾ അസറ്റ് അല്ലെങ്കിൽ കറന്റ് അസറ്റുകളായിട്ടുള്ള സ്റ്റോക്ക്, ബുക്ക് ഡെപ്സ്, ബിൽസ് റിസീവബിൾ, ക്യാഷ് ഇതൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. The firm operates its business through these assets. എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഈ കറന്റ് അസറ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടാണ്? ഈ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും എന്ത് ചെയ്യുന്നത്? ഓപ്പറേറ്റ് ചെയ്യുന്നത്. The goal of working capital management is to manage the firm's current asset and current liabilities. പ്രധാനമായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഗോൾ എന്ന് പറയുന്നത് to manage the firm's current asset and current liabilities. ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിന്റെ കറന്റ് അസറ്റ് അല്ലെങ്കിൽ കറന്റ് അസറ്റും അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റീസും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ ഗോൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് എ സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ കീപ്പ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നടക്കുന്നത്. അതിന് പറയും ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒരുപാട് പേരിൽ അറിയപ്പെടുന്നുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ തുടങ്ങിയ പേരുകളൊക്കെ തന്നെയും വർക്കിംഗ് ക്യാപിറ്റലിന് എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാറുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഓൾസോ കോൾഡ് റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ ഓർ ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ. ഈ പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വർക്കിംഗ് ക്യാപിറ്റലിന് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പോണൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിലെ കോമ്പോണന്റുകൾ ഏതാണ് എന്ന് നോക്കാം. ഒന്ന് കറന്റ് അസറ്റ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കറന്റ് അസറ്റ്സ് ആർ ദോസ് അസറ്റ്സ് വിച്ച് ക്യാൻ ബി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് നോർമലി വിത്തിൻ എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ, ചുരുങ്ങിയത് ഒരു വർഷത്തിന്റെ ഉള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അസറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ, കറന്റ് അസറ്റിന്റെ എക്സാമ്പിൾ ആണ് ക്യാഷ്, ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓർ ഇൻവെന്ററി, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം എക്സെട്ര തുടങ്ങിയവയൊക്കെ നമുക്ക് കറന്റ് അസറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. മറ്റൊരു കോമ്പോണന്റ് ആണ് കറന്റ് ലയബിലിറ്റീസ്. ഓൾ ദോസ് ലയബിലിറ്റീസ് വിച്ച് ആർ ടു ബി റീപെയ്ഡ് നോർമലി വിത്തിൻ എ ഇയർ. ചുരുങ്ങിയത് ഒരു വർഷത്തിനുള്ളിൽ റീപെയ്ഡ് ചെയ്യുന്ന ലയബിലിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കറന്റ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് ഷോർട്ട് ടേം ബോറോവിങ്സ്, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഡിവിഡൻഡ് പേയബിൾ തുടങ്ങിയവയൊക്കെ നമുക്ക് കറന്റ് ലയബിലിറ്റീസിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. മറ്റൊരു കോമ്പോണന്റ് ആണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ഓൾ ദോസ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന അസറ്റുകളെ നമുക്ക് ലിക്വിഡ് അസറ്റ് എന്ന് പറയാം.
ഓൾസോ കോൾഡ് എ ക്വിക്ക് അസറ്റ്. മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് ക്വിക്ക് അസറ്റ്. അതിൻ്റെ ഒരു ചെറിയൊരു ഇക്വേഷൻ കൂടെ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കാം. ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു കറന്റ് അസറ്റ് മൈനസ് സ്റ്റോക്ക് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും അല്ലാത്ത എല്ലാ അസറ്റുകളും എന്തുതന്നെയാണ്? ലിക്വിഡ് അസറ്റ് ആണ്. അപ്പോൾ കറന്റ് അസറ്റിൽ നിന്നും എല്ലാ കറന്റ് അസറ്റിൽ നിന്നും സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും ഒഴിവാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് പറയാം? ലിക്വിഡ് അസറ്റ് എന്ന് പറയാം. അപ്പൊ ഇതാണ് വളരെ പ്രധാനപ്പെട്ട 3 കോമ്പോണന്റ്. ഒന്ന് കറന്റ് അസറ്റ്, 2 കറന്റ് ലയബിലിറ്റി, തേർഡ് വൺ ലിക്വിഡ് അസറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗ്രോസ് കോൺസെപ്റ്റ് എന്ന പേരിലും അറിയപ്പെടും. എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ടോട്ടൽ ഓഫ് കറന്റ് അസറ്റ്, ടോട്ടാലിറ്റി ഓഫ് കറന്റ് അസറ്റ് അല്ലെങ്കിൽ കറന്റ് അസറ്റിന്റെ ടോട്ടലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എമൗണ്ട് ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ഇൻ കറന്റ് അസറ്റ്. കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാം? ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ കറന്റ് അസറ്റിന് മൊത്തം പറയുന്ന പേരെന്താണ്? ടോട്ടൽ ഓഫ് കറന്റ് അസറ്റിനെയാണ് നമ്മൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തതാണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നെറ്റ് കോൺസെപ്റ്റും എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. എന്താണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് റെഫേഴ്സ് ടു എക്സസ് ഓഫ് കറന്റ് അസറ്റ് ഓവർ കറന്റ് ലയബിലിറ്റി. എക്സസ് ഓഫ് കറന്റ് അസറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ കറന്റ് ലയബിലിറ്റീസിനേക്കാൾ കൂടുതൽ കറന്റ് അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? എക്സസ് ഓഫ് കറന്റ് അസറ്റ് ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. Part of current assets that can be managed, fixed liabilities or long-term fund. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറന്റ് അസറ്റിന്റെ ഒരു ഭാഗമാണ്. അത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാനേജ് ബൈ ഫിക്സഡ് ലയബിലിറ്റീസ് ഓർ ലോങ് ടേം ഫണ്ട്. ലോങ് ടേം ഫണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് ലയബിലിറ്റീസിന് മുഖാന്തരമാണ് എന്ത് ചെയ്യുന്നത്? ഈ കറന്റ് അസറ്റുകൾ എന്ത് ചെയ്യുന്നത്? മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള അസറ്റ്, അങ്ങനെയുള്ള വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയാം? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതെ, ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, മറ്റൊന്ന് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ. When current assets exceed current liabilities is called positive working capital. ഇപ്പോൾ കറന്റ് അസറ്റ് ആണ് കറന്റ് ലയബിലിറ്റീസിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ, എക്സസ് കറന്റ് അസറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. When current liabilities are in excess of current assets. ഇനി കറന്റ് ലയബിലിറ്റീസ് ആണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ്. ഇറ്റ് ഈസ് കോൾഡ് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ട് കറന്റ് അസറ്റ് വരികയാണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയാം. എക്സസ് ആയിട്ട് കറന്റ് ലയബിലിറ്റി ആണ് വരുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കോൺസെപ്റ്റുകളാണ്. ഒന്ന് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, മറ്റൊന്ന് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഏതൊക്കെ തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. There is always a minimum amount of working capital which is continuously required by the enterprise to carry out its normal business operation. Permanent working capital എന്ന് പറയുന്നത് there is always a minimum amount of working capital. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കീപ്പ് ചെയ്യേണ്ട ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, വിച്ച് ഈസ് കണ്ടിന്യൂസ്ലി റിക്വയർഡ് ബൈ ദി എന്റർപ്രൈസ്. ആ വർക്കിംഗ് ക്യാപിറ്റൽ ആ ഒരു സ്ഥാപനത്തിൽ, ആ ഒരു ബിസിനസ് ഓർഗനൈസേഷന് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. എന്തിനാണ്? ടു ക്യാരി ഔട്ട് ഇറ്റ്സ് നോർമൽ ബിസിനസ് ഓപ്പറേഷൻസ്. ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ നോർമൽ ഓപ്പറേഷൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ഥാപനം സ്ഥാപനത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 3. 3 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. The capital which is needed in the initial stage of business. ബിസിനസിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇനീഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തതാണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ.
It is the amount needed for continuous operation of the business. Regular working capital എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ കണ്ടിന്യൂസ് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തേതാണ് റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ദ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എക്സസ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ദ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് എക്സസ് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ റിസർവ് മാർജിൻ എന്ന് പറയാം. എന്തിനാണ് അത്? റിസർവ് ആയി കീപ്പ് ചെയ്യാണ്. ദാറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ റിസർവ് ഫോർ കണ്ടിൻജൻസീസ് ദാറ്റ് മേ അറൈസ് അറ്റ് എനി ടൈം. ഏത് സമയത്തും എന്തും നമ്മളെ ഒരു സ്ഥാപനത്തിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ സംഭവിക്കാം. അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ആയി കീപ്പ് ചെയ്യുന്ന ഒരു വർക്കിംഗ് ക്യാപിറ്റലാണ് എന്ത്? റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അത് നമ്മളെ റെഗുലർ വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും എന്തായിരിക്കും? എക്സസ് ആയിരിക്കും വരിക. റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടിന്യൂസ് ഓപ്പറേഷനിൽ ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ്. അപ്പൊ അതിന്റെ എക്സസ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന എന്തെങ്കിലും കണ്ടിൻജൻസീസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ആയി കീപ്പ് ചെയ്യുന്ന വർക്കിംഗ് ക്യാപിറ്റലിനാണ് നമ്മൾ എന്ത് പറയാം? റിസർവ് മാർജിൻ അല്ലെങ്കിൽ കുഷ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നതാണ് വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ എന്നും പറയും. എന്താണ്? എനി എമൗണ്ട് ഓവർ ആൻഡ് എബവ് ദ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് വേരിയബിൾ ഓർ ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാളും കൂടുതലായിട്ട് വരുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാം? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇറ്റ് ഈസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് വേരീസ് വിത്ത് വോളിയം ഓഫ് ബിസിനസ്. ബിസിനസിന്റെ വോളിയത്തിനനുസരിച്ച് എന്ത് ചെയ്യും? വർക്കിംഗ് ക്യാപിറ്റൽ വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ബിസിനസ് ഇതിന്റെ വോളിയം കൂടുതലോ കുറവോ ആവുന്ന സമയത്ത് അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ എന്ത് ചെയ്യും? മാറ്റം വരാം. It is required to meet seasonal demand, special exigencies, temporary needs, etc. ഈ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനാണ്? എന്താവശ്യത്തിനാണ്? സീസണൽ ഡിമാൻഡ് വരുമ്പോൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എക്സിജൻസീസ് എന്ന് പറഞ്ഞാൽ അർജന്റ് നീഡ് അല്ലെങ്കിൽ ഡിമാൻഡ് വരുന്ന സമയത്തൊക്കെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. അതേപോലെ ടെമ്പററി നീഡ്സ് വരുമ്പോൾ ഇതൊക്കെ അതുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റൽ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു ടു. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് നീഡഡ് ടു മീറ്റ് ദ സീസണൽ നീഡ്സ് ഓഫ് ദി ഫേം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ, ഒരു ഫേമിന്റെ സീസണൽ നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാ? സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. രണ്ടാമത്തേതാണ് സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ. എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റൈൻഡ് ടു ഫിനാൻസ് സ്പെഷ്യൽ ഓപ്പറേഷൻ. ഒരു ബിസിനസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എക്സ്ട്രാ വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വരുന്ന വർക്കിംഗ് ക്യാപിറ്റൽ ആണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ബൈ ടാൻഡൻ കമ്മിറ്റി റിപ്പോർട്ട് 1974. 1974 ടാൻഡൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ യൂസ് ചെയ്തത്. എന്താണ് ഇതിന്റെ മീനിങ്? ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ്, അക്കൗണ്ട് റിസീവബിൾസ് ആൻഡ് ക്യാഷ് ബാലൻസ്. ഈ തുടങ്ങിയിട്ടുള്ള റോ മെറ്റീരിയൽസിലും, വർക്കിംഗ് പ്രോഗ്രസിലും, ഫിനിഷ്ഡ് ഗുഡ്സില്, സ്റ്റോഴ്സില്, സ്പെയർസില്, അക്കൗണ്ട് റിസീവബിൾ, ക്യാഷിലൊക്കെ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേണം എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ത്? ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിലൊക്കെ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. വിച്ച് ആൻ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ഈസ് റിക്വയർഡ് ടു ക്യാരി ഇൻ എ സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരു സർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് ആവശ്യമായിട്ടുള്ള ഒരു മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഇതിലൊക്കെ തന്നെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാപിറ്റൽ ആണ് എന്ത്? ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 1974 ടാൻഡൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു തരത്തിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ വരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്നും PSC എക്സാമിനേഷന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്കൊന്ന് പറയാം. ഫസ്റ്റ് വൺ, പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് പറഞ്ഞു. എ, വാരീസ് വിത്ത് സീസണൽ നീഡ്സ്. ബി, ഇൻക്ലൂഡ്സ് ഫിക്സഡ് അസറ്റ്സ്.
C is the amount of current assets required to meet a firm's long-term minimum needs. D includes accounts payable. നമ്മൾ കൃത്യമായ രീതിയിൽ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? Here the answer is option C. It's the amount of current assets required to meet a firm's long-term minimum needs. Long-term minimum needs meet ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ത്? പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഡാഷ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് പറയുന്ന മറ്റൊരു പേര് നമ്മൾ ഒരുപാട് ടൈപ്സ് നമ്മൾ അവിടെ പറഞ്ഞിരുന്നു അല്ലെ? അതിൽപ്പെട്ടതാണ് റിവോൾവിംഗ് ക്യാപിറ്റൽ, ഫ്ലോട്ടിംഗ് ക്യാപിറ്റൽ, ലിക്വിഡ് ക്യാപിറ്റൽ, ഓപ്പറേറ്റിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ, ബി ഫിക്സ്ഡ് ക്യാപിറ്റൽ, സി പീരീഡ് ക്യാപിറ്റൽ, ഡി ഓൾ ഓഫ് ദിസ്. അപ്പൊ നമ്മളെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ എ സർക്കുലേറ്റിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് the funds invested in total current asset in termed as. ടോട്ടൽ കറന്റ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഏതാണ്? എ വർക്കിംഗ് ക്യാപിറ്റൽ, ബി പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ, സി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ഡി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡേ ടു ഡേ ഓപ്പറേഷൻസിന് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ആണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള മീനിങ് വരുന്നത്. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? എക്സസ് ഓഫ് കറന്റ് അസറ്റ് ടു അവർ കറന്റ് ലയബിലിറ്റീസ് ആണ് അല്ലെ? കറന്റ് അസറ്റ് കൂടുതലും കറന്റ് ലയബിലിറ്റി കുറവാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അതേപോലെ തന്നെയാണ്, കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറയാം. അതുപോലെ അപ്പൊ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ് വരിക. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ് എന്ത്? ദ ഫണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ടോട്ടൽ കറന്റ് അസറ്റ് ഈസ് ടേംഡ് ആസ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഇതൊക്കെ PSC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പൊ ഇനി ഇത് അല്ലാത്തത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇനി വരാൻ സാധ്യതയുള്ളത് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാം. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ടു മീറ്റ്. വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്? ഇതും ഒരു പ്രാവശ്യം PSC എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. എ സീസണൽ ഡിമാൻഡ്, ബി സ്പെഷ്യൽ എക്സിജൻസീസ്, സി ടെമ്പററി നീഡ്സ്, ഡി ഓൾ ഓഫ് ദീസ്. സ്പെഷ്യൽ സീസണൽ ഡിമാൻഡ് ഇതൊക്കെ നമ്മൾ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ സീസണൽ ഡിമാൻഡ്, സ്പെഷ്യൽ എക്സിജൻസീസ് എന്ന് പറഞ്ഞാൽ അർജന്റ് നീഡ് അല്ലെങ്കിൽ ഡിമാൻഡ് എന്നൊക്കെ പറയും, ടെമ്പററി നീഡ്. അപ്പോൾ ഇവിടെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. എല്ലാം അതിന് ആൻസർ ആയിട്ട് വരുന്നതാണ്. ഓൾ ഓഫ് ദീസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു. ഓപ്ഷൻ എ ടോട്ടൽ അസറ്റ്സ് മൈനസ് ഫിക്സഡ് അസറ്റ്, ബി കറന്റ് അസറ്റ്സ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്, സി കറന്റ് അസറ്റ്സ് മൈനസ് ഇൻവെന്ററീസ്, ഡി കറന്റ് അസറ്റ്. നമ്മൾ കൃത്യമായ രീതിയിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ രണ്ട് കോൺസെപ്റ്റുകൾ കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു അല്ലെ? അപ്പോ ഇവിടെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും ആൻസർ വരിക? ഓപ്ഷൻ ബി കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ് അല്ലെ? ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? എ management of capital, B raising of funds for day-to-day operations, C proper management of cash arises in day-to-day operations, D all of this. കൃത്യമായ രീതിയിൽ നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞതാണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. എല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് the amount of current assets required to meet a firm's long-term minimum needs is referred to as dash working capital. നമ്മൾ കൃത്യമായ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ടൈപ്സും കാര്യങ്ങളും പറഞ്ഞിരുന്നു അല്ലെ? ലോങ് ടേം മിനിമം നീഡ്സ് റിക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറന്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഏതാണ്? എ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ബി ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ, സി നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ, ദെൻ ഡി ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പൊ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ എ പെർമനന്റ് വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ PSCക്ക് ചോദിച്ചതാണ് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് PSC എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. കൃത്യമായ രീതിയിൽ മനസ്സിലാക്കുക, അതുപോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ
കൊമേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.